ഒന്നുകൂടെ പറയാം. ബുക്കിൻ്റെ കവറിനെ കുറിച്ചുള്ള റെഫറൻസാണ്. ഈ കവർ പ്രകാശനം ചെയ്ത സമയത്ത് അജിത്ത് തന്നപ്പോൾ ഞാനൊരു ചെറിയ റൈറ്റപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. വളരെ യുണീക്കായിട്ടുള്ളൊരു കവറാണ് എന്നെ അതിനെ അട്രാക്റ്റ് ചെയ്തത്. ശ്രീ രാധാകൃഷ്ണപിള്ള സാർ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് എ ചെസ് ബോർഡ്. പക്ഷെ ഞാനതിൽ കണ്ടത് ഓരോ സ്ക്വയറിലും ദർ ഇസ് എ മെമ്മറി ഓർ ദർ ഇസ് എ സ്റ്റോറി. അതായിരിക്കും അജിത്ത് പറയുക എന്നാണ് ഞാൻ ആ കവറിനെ കുറിച്ച് റെഫർ ചെയ്ത് എഴുതിയത്. പുസ്തകം വായിച്ചപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു. സാറ് പുസ്തകം വായിച്ചു, ക്രിട്ടിസൈസ് ചെയ്തു. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത്. പുസ്തകത്തിൻ്റെ കവർ മുതൽ അവസാനം വരെ അതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ യുണീക്കാണ്. ഐ മസ്റ്റ് സേ അജിത്തിൻ്റെ മറ്റ് 2 പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. ഐ എം സോറി, ഇത് വായിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഐ ബിലീവ് എഴുത്തുകാരൻ എന്തുദ്ദേശിച്ചു എന്നുള്ളതിന് പ്രസക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, വായനക്കാരൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, അത് എൻജോയ് ചെയ്യുന്ന ഒരു വായനക്കാരിയാണ് ഞാൻ. അങ്ങനെ എഴുതണം എന്നാണ് എഴുത്തുകാരോട് എനിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഇൻ്റർസെപ്റ്റീവ് ഫ്രീഡം, വ്യാഖ്യാനത്തിനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ലെവൽ, അതാണ് ഞാൻ കണ്ടത്. അജിത്ത് എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. ആ ലിബർട്ടി എടുത്ത് ഞാൻ ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായനയെ വിശ്വസിച്ച് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് പ്രിയ സുഹൃത്തിന് നന്ദി. ഓൾസോ ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് വിനയചന്ദ്രനും സന്ധ്യയോടൊപ്പം ഈ വേദി പങ്കിടാൻ സമാജം തന്ന അവസരത്തിനും നന്ദി. കോഴിക്കോട് പ്രവർത്തിക്കുന്ന റെയിൻ ട്രീ ബുക്സ് ആണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാലും തീരാത്ത കഥകൾ. അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് തന്നെ പ്രസാധക കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈറ്റർ, ഹൃദയത്തിൻ്റെ നനവുള്ള ഭാഷയിൽ ലളിതമായ ആഖ്യാനത്തിൽ എഴുതിയ ഈ കഥകൾ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ കഴിയും. അതെനിക്ക് മുന്നേ സാറും പറഞ്ഞു കഴിഞ്ഞു. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. സൗവർണിക ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. ബാക്കി 7 കഥകളും ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണിത്. സിംപ്ലി ബിക്കോസ് അത് വളരെ സിമ്പിളാണ്, ലൈറ്റ് ലാംഗ്വേജാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അജിത്ത് എടുക്കും, പ്രസിഡൻ്റ് പറഞ്ഞത്. ബട്ട് ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, വലിയ കടുകട്ടി പ്രയോഗങ്ങളൊന്നുമില്ലാതെ അപ്പുറം ഇപ്പുറയൊക്കെ നമ്മൾ കാണുന്ന കുറച്ച് ആൾക്കാരെ പറ്റി ഓർമ്മകളും ഒക്കെയായിട്ട് വളരെ ലളിതമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എഴുതിയ 8 കഥകൾ. കൺഗ്രാറ്റുലേഷൻസ് അജിത്ത് ഓൺ ദിസ് ഒക്കേഷൻ. ഓൾ ദി വെരി ബെസ്റ്റ്. കാരണം അജിത്ത് എന്ന ക്യാമറ മാൻ, ഐ തിങ്ക് ഹീ ഈസ് ദ ബെസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു ഫ്രം ബിഹൈൻഡ് ദ ലെൻസ്. ആദ്യം പറഞ്ഞതുപോലെ, ശ്രീ ബിജു പറഞ്ഞതുപോലെ, നിലാവ് കണ്ടവർക്കെല്ലാം അറിയാം നിലാവ് എന്താണെന്ന്, നിലാവിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഒരു ക്യാമറ ആസ്പെക്റ്റിൽ നിന്ന് മാറി ഒരു എഴുത്തിലേക്ക് അജിത്ത് വന്നതിൽ വളരെ സന്തോഷം. യെസ്, യു ക്യാൻ ഇംപ്രൂവ്, ബട്ട് ദെൻ ഐ ലവ്ഡ് ഓൾ ദി 8 സ്റ്റോറീസ്. 8 കഥകളിലേക്ക് ഇതൊരു ആന്തോളജിയാണ്, അങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. 8 സ്റ്റോറീസ്. ഒരു ആന്തോളജി നമുക്കറിയാം, ഒരു ലിറ്റററി മൊസൈക്കാണ് ഒരു ആന്തോളജി. പല വേർഷൻസ്, പല തീംസ്, പല ആൾക്കാർ, പല വേർഷൻ ഓഫ് നറേറ്റീവ് സ്റ്റൈൽ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോമൺ ത്രെഡ്, അതാണല്ലോ നമ്മൾ ആന്തോളജി. അജിത്തിൻ്റെ കോമൺ ത്രെഡ് ഡെഫിനറ്റ്ലി പറഞ്ഞു തീരാത്ത കഥകൾ തന്നെയാണ് ആ ഒരു ത്രെഡ്. അജിത്ത് തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്, യാത്രകളെ സ്നേഹിക്കുന്നു, യാത്രകളിലൂടെ സ്വയം വീണ്ടും കണ്ടെത്തുന്നു. അതുപോലെ തന്നെ എഴുത്തിലൂടെയും കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നു. 8 കഥകളിൽ ആദ്യത്തേത് മദിരാശി. എനിക്കൊരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അജിത്തിൻ്റെ പല കഥകളും.
അവധിക്കാലം, തറവാട്, അമ്മമ്മ, ഓർമ്മകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് മദിരാശി. എന്നിട്ട് മദിരാശിയിലേക്ക് പോകുന്നു. മദിരാശിയിലേക്ക് എത്തിച്ചെന്നിട്ട് അവിടെ ചെന്ന് ഫോട്ടോഗ്രാഫി പഠിക്കുന്നു. ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിനിടയ്ക്ക് മരണങ്ങൾ ആഘോഷങ്ങളാക്കുന്ന തമിഴ് കൾച്ചറിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഫോട്ടോ എടുക്കുന്ന കല്യാണ പെണ്ണ് ഒളിച്ചോടുന്നു. ഇങ്ങനെയൊക്കെയുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മദിരാശി. പക്ഷെ അതിൽ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ക്യുട്ടിക്കൂറ പൗഡറിൻ്റെ മണമാണ്. ക്യുട്ടിക്കൂറ പൗഡറിൻ്റെ മണമുള്ള ഒരു സുന്ദരിയെക്കുറിച്ച് അതിലൊരു നറേഷനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. ഒരുപാട് അനുഭവങ്ങൾ കൊടുത്ത് മദിരാശി, ഐ തിങ്ക് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് അജിത് ദ ഫോട്ടോഗ്രാഫർ എന്നെനിക്ക് തോന്നുന്നു. ഐ ഡു നോട്ട് നോ. അത് കഴിഞ്ഞ് സൗപർണിക ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വായിച്ചിരുന്നു. അജിത്ത് ഡ്രാഫ്റ്റ് തന്നപ്പോൾ ഞാൻ വായിച്ചിരുന്നു. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും സൗപർണിക. 3 സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുമുട്ടുന്നു. മൂകാംബികയിലേക്കൊരു യാത്ര. ഒരുപാട് നൊസ്റ്റാൾജിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് സൗപർണിക. ചിലയിടങ്ങളിൽ പറയുന്നുണ്ട്, ഓർമ്മകളുടെ പൊതിക്കെട്ടുകളും മൺസൂണിൻ്റെ സിംഫണിയും തണുപ്പത്ത് ആശ്വാസമേകുന്ന ചായക്കടകളും. പിന്നെ മൂകാംബിക പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ രാവിലെ പ്രാതൽ കഴിക്കുന്ന ദോശയും കാപ്പിയും തരുന്ന കടകളും. ഇതൊക്കെ ആണ് സൗപർണികയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ടേക്ക് ഓൺ സൗപർണിക, ഒളിപ്പിച്ച് വെച്ചൊരു പ്രണയം അതിലുണ്ട് സിന്ധു. ഞാനത് പറഞ്ഞില്ല. ഒളിപ്പിച്ച് വെച്ചൊരു പ്രണയമുണ്ട്. അത് സിന്ധു ആകാം, ആരുമാകാം. ഒരു പ്രണയം അതിലുണ്ട്. എല്ലാവരും ഒന്ന് വായിക്കുക. എന്നിട്ട് എന്നോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്ന് അജിത്തിനെ അറിയിക്കുക. അടുത്ത കഥയിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കുന്ന കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങളിലൊന്ന്. ഇതിലെ പ്രൊട്ടാഗണിസ്റ്റിന് വേണ്ടത് ഒരു സൈക്കിളായിരുന്നു. ഒരു സൈക്കിളിൻ്റെ ഒരു ആഗ്രഹം. ഇന്നോ നാളെയോ സൈക്കിൾ കിട്ടും. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന ഒരു കുഞ്ഞ്, സൈക്കിൾ കിട്ടുന്നില്ല. അവസാനം സൈക്കിൾ കിട്ടും. സൈക്കിൾ വളരെ വേദനയോടെ കിട്ടുന്ന ഒരു അവസ്ഥ. പക്ഷെ അതിൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് വയനാടിൻ്റെ ഭംഗിയാണ്. ഈ കഥകളിൽ മാത്രമല്ല, അജിത്ത് എന്ത് എഴുതി കണ്ടാലും ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴും വയനാടിൻ്റെ ഭംഗി അജിത്ത് അങ്ങനെ ക്യാപ്ചർ ചെയ്യും. ഈവൻ ഇൻ റൈറ്റിംഗ് വയനാടിൻ്റെ ഫ്രേഗ്രൻസാണ് അജിത്ത് അതിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം വായിക്കുമ്പോൾ പുൽത്തൈലം മണക്കും ആ കഥയിൽ. ശരിയല്ലേ അജിത്ത്? പുൽത്തൈലം മണക്കുന്ന ആ കഥയുടെ പേര് സൈക്കിൾ സ്പർശം. അജിത്തിന് സൈക്കിൾ കിട്ടിയില്ല. അജിത്താണോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടിക്ക് സൈക്കിൾ കിട്ടിയില്ല. പക്ഷേ ഒരു വേദനയുള്ള ഒരു അനുഭവമായിട്ട് ആ കഥ, അതും ബ്യൂട്ടിഫുൾ. അടുത്ത കഥയുടെ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയും കൂടിയാണ്, നെയ് മണക്കുന്ന പെണ്ണ്. അതിലും ഫ്രേഗ്രൻസ് വളരെ റിച്ചാണ്, മണങ്ങൾ. കാപ്പിപ്പൂവിനൊരു മണമുണ്ട്. എനിക്കറിഞ്ഞൂടാ എത്ര പേർക്ക് കാപ്പിപ്പൂവിൻ്റെ മണം അറിയാമെന്ന്. കാപ്പിപ്പൂവിൻ്റെ മണമുണ്ട്, കുടമുല്ലപ്പൂവിനും മണമുണ്ട്, ശരിയല്ലേ? പക്ഷെ കാപ്പിപ്പൂവിന് മഴ നനയുമ്പോൾ കുടമുല്ലപ്പൂവിൻ്റെ മണമുണ്ടെന്നാണ് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. അതിനി പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് ബ്യൂട്ടിഫുൾ ഒരു ഇമേജറി ആയിരുന്നു. പക്ഷെ നെയ് മണക്കുന്ന പെണ്ണിൽ എനിക്ക് തോന്നിയത്, നമുക്കൊരു പനി വരുമ്പോൾ നമ്മൾ ഭൂമിയാകണമെന്നും പ്രിയപ്പെട്ട ആരെങ്കിലും ചന്ദ്രനാകണമെന്നും ഉള്ള ആഗ്രഹം, അതിൻ്റെ ഒരു തുറന്നെഴുത്താണ് നെയ് മണക്കുന്ന പെണ്ണ്. ഈ കാപ്പി പൂവിൻ്റെ മഴ നനഞ്ഞ കുടമുല്ലയുടെ ഗന്ധവും കർപ്പൂരത്തിൻ്റെ ഗന്ധവും, പിന്നെ ഒരു നല്ലൊരു ഇമേജറി, മൂക്കിനെ പോലും വേദനിപ്പിക്കാതെ തിളങ്ങുന്ന ഒരു മുക്കുത്തിയിട്ട പെണ്ണ്, നെറ്റിയിൽ അലസമായ സിന്ദൂരമുള്ള ഒരു പെണ്ണ്. ഇതാണ് നെയ് മണക്കുന്ന പെണ്ണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വായിക്കുക. അടുത്ത കഥ ഞാൻ ഈ 8 കഥകളിലും സീരിയസ് ആയിട്ടുള്ളൊരു കഥയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. വാരണസി 2 സുഹൃത്തുക്കൾ പോയി അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ്, ഒരു വിവരണം പോലെ. അജിത്ത് അതിൽ എഴുതിയിരിക്കുന്ന ഒരു ലൈൻ ഞാനും വായിച്ചിട്ടുണ്ട്.
വാരാണസിയിലെത്തിയാൽ മണികർണിക ഘട്ട് കാണണമെന്ന് വാശി പിടിക്കരുത്, അല്ലെങ്കിൽ നിർബന്ധം പിടിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വാരാണസി മരണം ആഘോഷിക്കുന്ന നഗരമാണത്രേ. ഈ രണ്ട് സുഹൃത്തുക്കൾ അവിടെ കാണുന്ന ഒരു നറേറ്റീവാണ് വാരാണസി. ഒരു സീരിയസ് ആൻഡ് എ ഡീപ്പ്, വെരി ഡീപ്പ് കോൺസെപ്റ്റ്. മീനാക്ഷി പറഞ്ഞ ഉത്തരം, നല്ലൊരു ടൈറ്റിലാണ്. ഇതിൽ അജിത്ത് എന്ന സിനിമാക്കാരനെ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമാക്കാരനായതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് മുഴുവനും വീണ്ടും നൊസ്റ്റാൾജിയാണ്, ഒരുപാട് നൊസ്റ്റാൾജിക്കാണ്. നൊസ്റ്റാൾജിയെക്കുറിച്ച് പറയുമ്പോൾ അജിത്ത് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നു, കളറിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രയോഗം, അത് വളരെ ഭംഗിയായി. ചോറ്റുപാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച മീനാക്ഷി അവസാനം അതിന് റീസൺ പറയുന്നുണ്ട്, പക്ഷേ എഴുത്തുകാരൻ ആ റീസൺ പറയുന്നില്ല. ചില ഉത്തരങ്ങൾ അങ്ങനെയാണ്, ചില ഉത്തരങ്ങൾക്ക് പ്രസക്തിയില്ല. അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അതാണ് മീനാക്ഷി പറഞ്ഞ ഉത്തരം. അതിലും ഒരു പറയാതെ പോയ പ്രണയം ഡെഫിനറ്റ്ലി ഉണ്ട്. ഏഴാമത്തെ കഥയിലും ഒരു സ്ത്രീ സാന്നിധ്യം, സത്യഭാമ. ഇനി സത്യഭാമ പറയട്ടെ എന്നാണ് ആ കഥയുടെ പേര്. ആദ്യത്തെ 6 കഥകളിൽ നിന്നും വ്യത്യസ്തമാണ്. അത് വളരെ ഷോർട്ടൊരു ചെറിയൊരു സ്റ്റോറിയാണ്. ഒന്നിനും എല്ലാം അറിയണമെന്ന് വാശി പിടിക്കരുത് എന്നുള്ളൊരു തോട്ട് വയ്ക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇനി സത്യഭാമ പറയട്ടെ. അതിൻ്റെ എൻ്റെ ഒരു ഒബ്സർവേഷൻ, മറ്റ് കഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിലൊരു ഇംഗ്ലീഷ് മലയാളം മിക്സാണ് നറേറ്റീവ്. സംസാരിക്കുന്നതിൽ കുറച്ച് ഇംഗ്ലീഷ് കടന്നു വരുന്നുണ്ട്. അജിത്ത് എഴുത്തിൽ ഏർലിയാണ്, അജിത്ത് ഇനിയും ബെറ്ററായിട്ട് എഴുതും, ഒക്കെ ശരിയാണ്. പക്ഷേ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ്, MT വാസുദേവൻ നായരുടെ മഞ്ഞാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ് മഞ്ഞ്. മഞ്ഞിൻ്റെ ഒരു ടെക്നീക്ക് അതിൽ എടുത്തിട്ടുണ്ടോ എന്നെനിക്ക് തോന്നി. അതാണ് ഇനി സത്യഭാമ പറയട്ടെ. ലാസ്റ്റ് ഏറ്റവും ചെറിയ കഥ യാത്ര, ഒരു 1.5 പേജേ ഉള്ളൂ. ഏറ്റവും ചെറിയ കഥ. അതിൽ മരണത്തെക്കുറിച്ചാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കഥയാണ്. അതിൻ്റെ സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു തോട്ട്. നമ്മളെല്ലാം അസുഖമാകുമ്പോഴോ അല്ലെങ്കിൽ വയ്യാടാകുമ്പോഴോ ഈ സാധനം ഒന്ന് മാറിയിരിക്കുമ്പം ഒരു ടെൻഷൻ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മരിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ചെയ്യുന്നത്, നോക്കുമ്പോൾ ഐഫോൺ കുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഫോൺ കുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് എടുത്തിട്ട് തുറന്നിട്ട് കുട്ടി കളിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകും, പുള്ളി ഉറപ്പാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് ഗാലറിയിൽ ഉള്ള ഒരു പ്രൈവറ്റ് പിക്ചർ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി. യെസ്, ഇറ്റ് ഈസ് എ ലിറ്റിൽ ഫണി, ബട്ട് ദെൻ വെരി വെരി ട്രൂ ടു ദ കണ്ടംപററി ഡിജിറ്റൽ ഇറ എന്നെനിക്ക് തോന്നി. ഒടുവിലത്തെ യാത്രയിൽ ഒരു ആശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി. ഇതാണ് 8 കഥകൾ. ഞാനും അജിത്തും തമ്മിലുള്ള പരിചയം, ഇറ്റ് ഗോസ് ബാക്ക് ടു 22 years പ്രിസൈസ്ലി. ഓവർ ദി ഇയേഴ്സ് അജിത്തിനെ അറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജിത്ത് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്, ഓർ പെർഹാപ്സ് ദി ബെസ്റ്റ് ബിഹൈൻഡ് ദ ക്യാമറ. അജിത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിക് സ്കിൽസ് പ്ലസ് അജിത്തിൻ്റെ റൈറ്റിംഗ് സ്കിൽസ്, ഇതൊക്കെയാണെങ്കിൽ എവിടെയോ ഒരു തനി നാടൻ വയനാടുകാരനെ കാണാൻ പറ്റും. പലപ്പോഴും ഒരു ചന്ദനക്കുറിയിട്ട അജിത്തിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഓരോ കഥകളിലും ആ ചന്ദനത്തിൻ്റെ ഒരു കുളിർമ, അല്ലെങ്കിൽ ആ വയനാടിൻ്റെ ഒരു ഗ്രാമീണത, ശാലീനത, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന 8 കഥകൾ. വൃശ്ചികത്തിൻ്റെ തണുപ്പും പിന്നെ ചെറിയ വഴികൾ, ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള വഴികൾ, ഒളിപ്പിച്ച പ്രണയം, പറയാത്ത പ്രണയങ്ങളും, വേനൽ കാലാവധിയും, അങ്ങനെയുള്ള കുറേ സിമ്പിൾ ഫ്രെയിംസ് ഫ്രം യെസ്റ്റർ ഇയർ, പഴയ കാലഘട്ടത്തിൽ നിന്ന് അജിത്ത് ക്യാപ്ചർ ചെയ്ത കുറേ ഫ്രെയിംസ് എടുത്തു വച്ചിട്ടുള്ള 8 കഥകൾ. അതേസമയം വളരെ ഭംഗിയായിട്ട് അതിനെ ഒരു യൂണിവേഴ്സൽ തീമായിട്ട് കണക്ട് ചെയ്ത് ലാസ്റ്റ് സ്റ്റോറിയിൽ കണ്ടംപററി ആയിട്ട് അതിനെ കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം പ്രസാധകൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ട് എഴുതിയ ഒരു ലൈറ്റ് റീഡിങ്, ഈസി റീഡിങ്, വളരെ ചെറിയൊരു പുസ്തകം, എല്ലാവരും വായിക്കണം. ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. നല്ല സുഖമുള്ള ഒരു വായനാനുഭവം തരുന്ന പുസ്തകം. അജിത്ത്
കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഇനിയും എഴുതുക, വായിക്കാൻ കാത്തിരിക്കുന്നു. നന്ദി.